ജോർജ് അഭിനയിക്കുന്ന പടം. ഈ പടത്തിൽ ജോർജ് അഭിനയിച്ചാണ്ടില്ല, അവാർഡ് വാരും. അടിപൊളി പടം, കലകിണ്ട്. ഓക്കെ, ഇത് ജോർജ് ചാലക്കുടി. അടിപൊളിയടാ. ഇതാണ്, ഇങ്ങനെയാണ് പടങ്ങൾ പിടിക്കുന്നത്. ഗോഡ് ലൈഫ്, പൃഥ്വിരാജ് രണ്ടും നമ്പർ വൺ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് ഈ മൂവി. നല്ല മാസ് ആണ്. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു എനിക്ക്. അല്ലാതെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓവറോൾ പടം ഗംഭീരമാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ചിന്തിക്കാനില്ല, നല്ല മാസ സാധനമാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് പാട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ഭാഗത്ത് എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. ബാക്കി എല്ലാം ഓക്കെ ആണ്. എനിക്ക് ഷമി തിലകന്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. വേറൊന്നുമല്ല, ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോ അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് സച്ചി സാറിന്റെ ഇതൊരു സ്ക്രിപ്റ്റ് ആണ്. ആ സ്ക്രിപ്റ്റിന്റെ അകത്ത് എങ്ങനെയാണ് ഒരു ഡയറക്ടർ ഒരു പടം ഡയറക്ട് ചെയ്യേണ്ടതെന്ന് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ആ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഡയറക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷെ സച്ചി സാറിന്റെ ഒരു ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ എനിക്കൊന്ന് ഇതിനേലും കുറച്ചുകൂടെ മികവാർന്നേനെ. പിന്നെ ആ ഒരു ഫൈനൽ എഡിറ്റിലൊക്കെ കുറച്ച് ലാഗ് ഒക്കെ കട്ട് ചെയ്യാൻ, ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ലെങ്തിയാണ് ഫിലിം. അപ്പോ അതിനകത്ത് ആ ഒരു സെക്കൻഡ് പോർഷനിൽ കുറച്ച് ലാഗ് ഉണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് ട്രിം ചെയ്യാമായിരുന്നു തോന്നി. താങ്ക് യു. വളരെ നല്ലൊരു ഇമ്പാക്ട് ഫിലിമാണ്. രാജോട്ട് പൊളി വേറെ ലെവൽ. എപ്പോഴും ആസ് യൂഷ്വലി അല്ല, വേറൊരു നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു മൂവിയാണ്. അതിന്റെ വല്ലൊരു ഇമോഷണൽ കണക്ഷൻ കുഴപ്പമില്ല. ഒരു ഡീറ്റെയിലിംഗ് ഇച്ചിരി കൂടിപ്പോയി. പൃഥ്വിരാജിനെ ഒരു ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഇച്ചിരി സമയം ഇന്റർവെല്ലിന് മുന്നിൽ ലാഗായിട്ട് തോന്നി. പക്ഷെ ഇന്റർവെൽ കഴിഞ്ഞ് അവിടെ നല്ല നോവലൊക്കെ പോലെ തന്നെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്ത് പറഞ്ഞ ഷമി തിലകൻ ഒരു പൃഥ്വിരാജിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു പടി മുന്നിൽ ഷമി തിലകൻ റോൾ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു സിനിമ കേട്ടോ. കുഴപ്പമില്ല. നമ്മൾ ഇന്റർവെല്ലിന് മുന്നിൽ എനിക്ക് ഇച്ചിരി ലാഗായിട്ട് പടം തോന്നിയായിരുന്നു. അത് ഡീറ്റെയിൽ ചെയ്യാൻ, അതായത് പൃഥ്വിരാജിനെ ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഇച്ചിരി പടം നമുക്ക് ഇച്ചിരി ലാഗായിട്ട് തോന്നുന്നു. പക്ഷെ ഇന്റർവെല്ലിൽ കഴിഞ്ഞ പടം നല്ല സ്പീഡിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഷമി തിലകന്റെ അഭിനയം, ഷമി തിലകൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ നായകനേക്കാൾ ഒരുപടി മുന്നിലാണ് ഷമി തിലകന്റെ റോൾ ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല സിനിമ. നോവലൊക്കെ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഇന്റർവെല്ലിന് മുന്നിൽ ഒരു ചെറിയൊരു ലാഗ് പോലെ തോന്നി, അതേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവസാനമൊക്കെ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞു ബുക്കിറോൾ ചെറിയൊരു നോവലാണിത്. ഒരു അത്രയും ചെയ്താൽ മതിയായിരുന്നു. ഇത് ഡീറ്റെയിൽ നമ്മളെ ഒരു കുറച്ച് നേരം ഇന്റർവെല് വരെ ഇച്ചിരി ലാഗ് ചെയ്തിട്ടായിരുന്നു. ഇന്റർവെല് കഴിഞ്ഞ് കുഴപ്പമില്ല. ശുക്രായിട്ടുണ്ട് പുള്ളി. അത് എടുത്തു പറഞ്ഞത് മറ്റേ നായിക പ്രാധാന്യവും പിന്നെ എടുത്തു പറയാൻ ഷമി തിലകൻ കിടലിനായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറെ നാൾ പോയി ഷമി തിലകൻ നല്ല റോൾ കാണും. നല്ലതായിരുന്നു. എനിക്ക് പണ്ട് നമ്മുടെ സ്പടികത്തിലെ തിലകൻ സാറും നമ്മുടെ ലാലേട്ടനെയും പോലെയുള്ള ഒരു കോംബോ പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. തിലകൻ സാറിന്റെ ഒരു അടിപൊളിയായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ആക്ട്രസ് ആണെങ്കിലും നല്ല അടിപൊളി, നല്ലൊരു എൻട്രി ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. രണ്ടും മാസ് റൊമാൻറ്റിക് അങ്ങനെ അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്. അത് കമ്പയർ ചെയ്യാൻ ഞാൻ ആളല്ല, പക്ഷെ ഇത് അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു പടമാണ്. വെരി നൈസ്. ജനങ്ങൾ ഇഷ്ടപ്പെടും, അക്സെപ്റ്റ് ചെയ്യും, നല്ല രീതിയിൽ പോവാൻ ചാൻസ്.